അനാവശ്യമായി ഇങ്ങോട്ട് ചൊറിഞ്ഞ് ഭേഷ വാങ്ങിക്കൂട്ടുന്ന ഇരന്നു വാങ്ങലുകാരായ പരുത്തിക്കാടുമാരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയായി അന്നത്തെ കാലഘട്ടത്തിൽ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ, അത് വലിയ വാർത്തയായി ആഘോഷിക്കപ്പെട്ട സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഈ സന്ദർഭത്തിൽ എല്ലാ പരുത്തിക്കാട് ഫാൻസ് അസോസിയേഷനും അല്ലെങ്കിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടക്കുന്ന പരുത്തിക്കാടിനും വേണ്ടി ആ മറുപടി അങ്ങ് സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് എന്ത് മോർഫിംഗ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാലും ഞങ്ങളത് താങ്ങും. പക്ഷെ നിങ്ങൾക്കെല്ലാം വന്നാൽ നിങ്ങൾ താങ്ങൂല, നിങ്ങൾ മനസ്സിലായിക്കോ. അതുകൊണ്ട് അനൂപ, ഇത് തീക്കൊണ്ടുകൊള്ളുടെ കളിയാണിത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചാനലുകാർ പല കളിയും കളിപ്പിക്കും. ഏതായാലും എല്ലാവരും ഒന്ന് സ്വന്തം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും മനുഷ്യരല്ലേ. ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളിതെല്ലാം കാര്യമായിട്ട് ആലോചിക്കണം. ഇത്തരം ചിത്രങ്ങൾ കൊടുക്കേണ്ടതാണോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിന്റെ കൊടുത്ത് പരിശോധിപ്പിച്ചാൽ പോരെ. നിങ്ങളെ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു ഫോട്ടോ നാളെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, ഞങ്ങളൊക്കെ താങ്ങും. ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് എന്ത് മോർഫിംഗ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാലും ഞങ്ങളത് താങ്ങും. പക്ഷെ നിങ്ങൾക്കെല്ലാം വന്നാൽ നിങ്ങൾ താങ്ങൂല, നിങ്ങൾ മനസ്സിലായിക്കോ. അതെ, ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ കാട്ടുന്നത് പലതും താങ്ങും. വാർത്ത എന്ന പേരിൽ എന്ത് തോന്നിവാസങ്ങളും എന്ത് അലവലാതിത്തരങ്ങളും എന്ത് പ്ലാൻ ചെയ്ത വാർത്തകളും, അതും കുടുംബക്കാരെ കുറിച്ച് വരെ അതിൻ്റെ സർവ്വസീമയും ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരാണെന്ന പേരിൽ അധിക്ഷേപിക്കുന്ന ഒരു പതിവ് ശൈലി ഉണ്ടല്ലോ. അതിൽ വല്ലാതെ മാനസിക സുഖമൊക്കെ കണ്ടെത്തുന്ന ഈ വലതുപക്ഷ മനോഭാവമുള്ള അല്ലെങ്കിൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള വീടുകളിൽ നിന്നൊക്കെ വരുന്ന പല മാധ്യമ രൂപത്തിലിരിക്കുന്ന കപടന്മാരുണ്ട്. അവർ പടച്ചുവിടുന്ന പല കാര്യങ്ങളും താങ്ങുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ നേരിടാനുള്ള ശേഷി ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ അതേ രീതിയിൽ അങ്ങോട്ട് വന്നാൽ താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല. അതാണ് ഇപ്പോൾ പരുത്തിക്കാടിൽ കാണുന്നത്. എന്തൊരു തുള്ളലാണ് ആ സ്റ്റുഡിയോയിൽ കിടന്ന് കാട്ടുന്നത്. ആ തുള്ളലൊക്കെ കാട്ടുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പലതും കണ്ടില്ല, കേട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീയല്ലേ അതിൽ മറുപടി പറയണ്ട എന്നൊക്കെ വിചാരിച്ച് സമൂഹം ഇഗ്നോർ ചെയ്ത് കളയുമ്പോൾ അവരുടെ ദൗർബല്യമായി കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല എന്ന് കരുതുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ സന്ദർഭത്തിൽ പരിധി വിട്ടുള്ള വാചകങ്ങൾ അടിച്ചു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുമുണ്ട് ആത്മരോഷം. ഇതൊന്നും ആരും സ്വിച്ചിട്ടുണർത്തുന്ന കാര്യമല്ല. ആ പ്രതികരണ ശേഷി ചില വിടുവായത്തരങ്ങളും ചില പട്ടി ഷോകളൊക്കെ കാണിക്കുമ്പോഴും, അല്ലെങ്കിൽ ചിലരെ ന്യായീകരിക്കാനും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വായ്ത്താരിയിടുമ്പോൾ അടിച്ചിറക്കുമ്പോൾ അവരിലുമുണ്ടെന്നേ ഈ വൈകാരിക തലങ്ങൾ. അത് നേരത്തെ പറഞ്ഞതുപോലെ സ്വിച്ചിട്ടുണർത്തുന്നതല്ല. ചില കാഴ്ചകൾ കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓണാകും. ആ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുമ്പോൾ അവർക്കുള്ളിലുണ്ടായ ഫ്രസ്ട്രേഷൻ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് പറഞ്ഞു തീർക്കാനും അല്ലെങ്കിൽ എഴുതി തീർക്കാനുമുള്ളത് സോഷ്യൽ മീഡിയ മേഖലയാണ്. തമ്പ്രാക്കന്മാരെ പോലെ തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു സാഹചര്യമല്ലല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും മറുപടി പറയുന്ന ഒരു ലോകത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന വ്യക്തി ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ തിരിച്ചും രാഷ്ട്രീയമായി കണ്ടാൽ മതിയെന്നേ. അതെന്താ, എനിക്ക് ഇടതുപക്ഷത്തിനെതിരെ എന്ത് തോന്നിവാസവും പറയാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യവും അത് മാധ്യമധർമ്മവും. വിമർശനം എന്ന പേരുകളിൽ നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളണം, നിങ്ങൾ അങ്ങ് നേരിട്ടോളണം. പക്ഷേ അതിനെല്ലാം മറുപടി പറയാൻ വന്നാൽ അത് സ്ത്രീപക്ഷമായി, അത് സൈബർ ആക്രമണമായി, അത് സൈബർ ബുള്ളിയിങ് ആയി എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് സാറേ പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ തന്നെ മുക്കിയ ചില വാർത്തയുണ്ടല്ലോ. VD സതീശനെ K സുധാകരൻ ഉപയോഗിച്ച വാക്ക്, ആ വാക്ക് വരെ മുക്കി നിങ്ങൾ സഹായിച്ച ആ മാധ്യമധർമ്മം ഉണ്ടല്ലോ. ആ മാധ്യമധർമ്മം തൽക്കാലം നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അതെല്ലാം സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്, നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട. അത് സുധാകരൻ പിണറായിയെ ചെറ്റയെന്ന് വിളിച്ചാൽ സർവ്വസാധാരണം. ഇടതുപക്ഷത്തിന്റെ ഒരു സുധാകരനെ അവരെ പാളയത്തിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ആ ചെറ്റത്തരത്തിന് പുതിയ നിർവചനം കൊണ്ടുവരുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ആ പ്രത്യേക മാധ്യമധർമ്മക്കാരുണ്ടല്ലോ, അവരും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോടിയേരി പറഞ്ഞ വാചകങ്ങൾ വച്ചിട്ട് ഒന്ന് തിരിച്ചാലോചിച്ചാൽ മതി. എന്തോ അങ്ങോട്ട് കൊടുത്ത എല്ലാ കാലത്തും കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവരത് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത്. ചില സന്ദർഭങ്ങളിൽ പ്രതികരിച്ചിരിക്കും. അതൊരു സർവ്വസാധാരണമാണ്. പ്രതികരണശേഷിയുള്ള മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയായി കണ്ടാൽ മതി. അത് ഇങ്ങോട്ട് വരുന്നത് ഇത്രയും കാലം എങ്ങനെയാണോ നിങ്ങൾ താങ്ങിയത്, തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോഴും താങ്ങാനുള്ള ശേഷി ഉണ്ടാകണം. അത്ര മാത്രമേ
ഈ അന്തിച്ചർച്ചക്കാരായിട്ടിരിക്കുന്ന വാചാടോപക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളൂ. തിരിച്ചു കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് മോങ്ങുന്നത് ഒരുതരം അന്തസ് കേടാണ്. എതിരാളികൾക്ക് തന്നെ നാണമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. എതിരാളികളെ എന്തും പറയാം, തിരിച്ചു കിട്ടിയ അയ്യോ പറഞ്ഞേ എന്ന് മോങ്ങുന്നത് തീർത്തും ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള പോരാളിയുടെ ശൈലി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് കോടിയേരിയുടെ വാക്കുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഇന്നിപ്പോ ഇല്ലാത്ത സാഹചര്യത്തിലും കാലാനുസൃതമായിട്ട് ആ വാക്കുകൾ ഇങ്ങനെ ലൈവായി മാറുന്നത്.